ഗൾഫ് മേഖലയിൽ യുദ്ധം കനത്തതോടെ കേരളത്തിൽ നിന്നുള്ള പഴം പച്ചക്കറി കയറ്റുമതിയിൽ മരവിപ്പ്. കേരളത്തിൽ നിന്നുള്ള പഴങ്ങളുടെയും പച്ചക്കറികളുടെയും വലിയ വിപണിയായിരുന്നു ഗൾഫ് രാജ്യങ്ങൾ. വിമാന സർവീസുകൾ താറുമാറായതോടെ കയറ്റുമതി നിലച്ചിരിക്കുകയാണ്. കയറ്റി അയക്കാൻ വിമാനത്താവളങ്ങളിൽ എത്തിച്ച പച്ചക്കറികൾ കെട്ടിക്കിടക്കുകയാണ്. ഇവ കയറ്റി അയക്കാൻ സാധിച്ചില്ലെങ്കിൽ വലിയ നഷ്ടം നേരിടേണ്ടി വരും. സാധാരണഗതിയിൽ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്ന് ഓരോ മാസവും 1600 ടൺ വരെ പഴം പച്ചക്കറികൾ ഗൾഫ് രാജ്യങ്ങളിലേക്ക് കയറി പോകുന്നുണ്ട്. കോഴിക്കോട് നിന്ന് 1100 മുതൽ 1300 ടൺ വരെയാണ് പ്രതിമാസ കയറ്റുമതി. കേരളത്തിലെ കർഷകർക്ക് വലിയ വിപണിയായിരുന്നു ഗൾഫ് മേഖല. കയറ്റുമതിക്ക് മാത്രമായി കൃഷി ചെയ്യുന്ന കർഷകർ പോലും കേരളത്തിലുണ്ട്. ഗൾഫിലേക്കുള്ള കയറ്റുമതി അനിശ്ചിതത്വത്തിലായതോടെ പ്രാദേശിക മാർക്കറ്റിൽ കുറഞ്ഞ വിലയ്ക്ക് ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കേണ്ട സ്ഥിതിയാണ്. വിമാനത്താവളങ്ങളിൽ കെട്ടിക്കിടക്കുന്ന പച്ചക്കറികളും ഇത്തരത്തിൽ വില കുറച്ച് കേരളത്തിൽ തന്നെ വിൽക്കേണ്ടി വരും. ഏപ്രിൽ മുതൽ ഡിസംബർ വരെയുള്ള 9 മാസ കാലയളവിൽ UAE-യിലേക്ക് 1806 കോടി രൂപയുടെയും സൗദി അറേബ്യയിലേക്ക് 286 കോടി രൂപയുടെയും പഴം പച്ചക്കറികളാണ് കേരളത്തിൽ നിന്ന് അയച്ചത്. യുദ്ധം സാമ്പത്തിക രംഗത്ത് വലിയ തിരിച്ചടിക്ക് കാരണമാകുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യും.